ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതി സുസുക്കി 800 ആണ് വണ്ടി. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലൈനർ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. ലൈനർ ഓൾറെഡി തിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ വീൽ സിലിണ്ടർ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് മാറുന്നത്, അതിന്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ലൈനർ ഇങ്ങോട്ട് ഇവിടെ ഇത് ബ്ലേഡ് പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് മാറണം. അതുപോലെ തന്നെ ഇവിടെ വീൽ സിലിണ്ടർ ലീക്ക് ഉണ്ട്. അതുപോലെ തന്നെ വീൽ സിലിണ്ടർ സ്റ്റക്ക് ഉണ്ട്. ഇത് അങ്ങോട്ട് നീക്കുമ്പോൾ ഈ സിലിണ്ടർ ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് ഇങ്ങോട്ട് നീക്കുമ്പോൾ ഇത്രയ്ക്ക് മാത്രമേ ഇത് വരുന്നുള്ളൂ. അങ്ങോട്ട് നീങ്ങുന്നില്ല. മീൻസ് ഈ വീൽ സിലിണ്ടർ സ്റ്റക്കാണ്. അപ്പോൾ വീൽ സിലിണ്ടർ നമുക്ക് മാറണം. അതുപോലെ തന്നെ ലൈനറും കാര്യങ്ങളും എല്ലാം മാറണം. അതോടൊപ്പം തന്നെ ഇതിന്റെ അഡ്ജസ്റ്റർ സ്റ്റക്ക് ഉണ്ടോ എന്ന് നോക്കണം. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ലോക്ക് നമുക്ക് തിരിച്ചിട്ട് ഊരേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്യുക, തിരിക്കുക. തിരിച്ചു കഴിഞ്ഞാൽ ഈ നേരെ ഓപ്പോസിറ്റ് വരുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഇത് സിമ്പിളായിട്ട് ഊരി വെളിയിലോട്ട് എടുക്കാനായിട്ട് സാധിക്കും. ബാക്കിൽ നിന്ന് ആ പിന്നും ഊരിയെടുക്കുക. അതേപോലെ തന്നെ ഈ സൈഡും ഊരിയെടുക്കുക. പ്രസ് ചെയ്യുക, തിരിക്കുക. തിരിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ബാക്കിൽ നിന്ന് ആ ഒരു പിന്ന് നമ്മൾ ഊരിയെടുക്കുന്നത്. ഇത് ലോക്ക് ആവുന്നത് ഈ ഒരു റൗണ്ട് ഭാഗത്ത് ഇങ്ങനെ കയറി കിടന്നിട്ട് ഇതിനിടയ്ക്ക് കൂടി ഇങ്ങനെ വന്നിട്ട് ഇതിലാണ് ഇതിന്റെ ലോക്കായിട്ട് നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ലൈനർ ഊരിയെടുക്കാനും ജസ്റ്റ് ലൈനർ ഇങ്ങോട്ട് വലിച്ചു വെക്കുക. അതുപോലെ തന്നെ ഈ സൈഡിൽ ലൈനറും ഇങ്ങോട്ട് വലിച്ചു വെക്കുക. നേരെ താഴോട്ട് ഊരി കഴിഞ്ഞാൽ ലൈനർ നമുക്ക് വെളിയിലോട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഈ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങ് അഴിച്ച് വിടാം. ജസ്റ്റ് നമ്മൾ ഊരുന്നു. ഈ സ്പ്രിങ് ഊരിയെടുത്തു. അതിനുശേഷം ഇതിനെ ബാക്കിലോട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ, വലിച്ചിട്ടൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പ്രിങ്ങിന്റെ ഭാഗം ഇങ്ങോട്ട് അഡ്ജസ്റ്ററിന്റെ ഭാഗം നമുക്ക് ഇങ്ങോട്ട് വിടിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഈ സ്പ്രിങ് നമുക്ക് ഊരിയെടുക്കാം. സ്പ്രിങ് കൈകൊണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മൈനസ് കൊണ്ട് ജസ്റ്റ് ആ ഹോളിലോട്ട് തിക്കി വിട്ട് കഴിഞ്ഞാൽ സ്പ്രിങ് നമുക്ക് സിമ്പിളായിട്ട് ഊരാനായിട്ട് സാധിക്കും. നമ്മൾ ഈ സ്പ്രിങ് ഊരിയിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഭാഗത്ത് വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇത് സ്റ്റക്കായിട്ടിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതിപ്പോൾ നമ്മൾ വലിച്ചപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് പോയതായിരിക്കും. അത് തന്നെയല്ല, ഇത് സ്റ്റക്കായിട്ടിരിക്കുന്നതുകൊണ്ടാണ് അത് അങ്ങോട്ട് പോയത്. ഇത് തിരിയുന്നില്ല. ഈ അഡ്ജസ്റ്റ് നല്ലപോലെ കൈകൊണ്ട് തിരിയേണ്ടതാണ്, അത് തിരിയുന്നില്ല. അതുകൊണ്ടാണത് മേളിലോട്ട്, അതായത് ബ്രേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് അങ്ങോട്ട് പോയേക്കുന്നതിൻ്റെ ഒരു കാര്യം അതാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഇടണം. ഇനി നമുക്ക് ഈ സ്പ്രിങ് ഊരിയെടുക്കാൻ ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സ്പ്രിങ്ങിന് നീളം കൂടിയ വശമുണ്ട്, നീളം കുറഞ്ഞ വശമുണ്ട്. അപ്പോൾ നീളം കൂടിയ വശം നമ്മൾ ഇടേണ്ടത് ഈ അഡ്ജസ്റ്റർ സൈഡിലായിരിക്കണം ഇത് വരേണ്ടത്. നീളം കുറഞ്ഞ ഭാഗം ലൈനറിലും ആയിരിക്കണം വരേണ്ടത്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ നീളം കൂടിയ ഭാഗം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ഹാൻഡ് ബ്രേക്കിന്റെ ലിവറിൽ പോയിട്ട് തട്ടാനുള്ള അവസ്ഥയും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ നീളം കുറഞ്ഞ ഭാഗവും നീളം കൂടിയ ഭാഗവും വരുന്നത്. നീളം കുറഞ്ഞ ഭാഗം ലൈനറിന്റെ ഭാഗത്തായിരിക്കണം ഇടേണ്ടത്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിന്റെ സ്പ്രിങ് ഊരിയെടുക്കാം. സ്പ്രിങ് ഊരിയെടുക്കാനായിട്ട് ഇതിനെ ബാക്കിലോട്ട് വലിച്ചിട്ട് ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിന്റെ ഹാൻഡ് ബ്രേക്കിന്റെ കേബിൾ സ്റ്റക്ക് ഉണ്ടോ നോക്കണം. ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് ഇത് റിട്ടേൺ പോകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഹാൻഡ് ബ്രേക്ക് വലിച്ച് ഇപ്പോൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. വിട്ടേ. ഇപ്പോൾ റിട്ടേൺ വരുന്നുണ്ട്. മീൻസ് ഹാൻഡ് ബ്രേക്കിന്റെ കേബിളിന് സ്റ്റക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ ലൈനറിന്റെ ഹാൻഡ് ബ്രേക്കിന്റെ ഭാഗത്ത് ചെറിയ സ്റ്റക്ക് ഉണ്ട്. വലിയ സ്റ്റക്ക് എന്ന് പറയാനായിട്ട് ഇല്ല. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ച് കളയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീൽ സിലിണ്ടർ നമുക്ക് മാറി എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വീൽ സിലിണ്ടർ അയച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളുടെ ക്ലീൻ ചെയ്യാം. വീൽ സിലിണ്ടർ അയക്കാനായിട്ട് നമുക്ക് വേണ്ടത് 10ന്റെ പൈപ്പ് അടിക്കുന്ന ടൂൾ തന്നെ വേണം. ഡബിൾ എൻഡ് കഴിച്ചു കഴിഞ്ഞാൽ സ്ലിപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് അഴിക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ 10ന്റെ നമ്മൾ പൈപ്പ് അടിക്കുന്ന ടൂൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീൽ സിലിണ്ടർ അഴിക്കാനായിട്ട് ഒരു 10ന്റെ ചെറിയ ലോങ് ബോക്സ് റാച്ചിറ്റും എടുത്തിട്ടുണ്ട്. റിംഗ് ഉപയോഗിച്ച് നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീൽ സിലിണ്ടറിന്റെ ബോൾട്ട് ലൂസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ പൈപ്പിന്റെ ബോൾട്ട് ലൂസ് ചെയ്യണം. ആ പൈപ്പിന്റെ ത്രെഡ് ലൂസ് ചെയ്യണം. പൈപ്പിന്റെ ത്രെഡ് വരുന്നത് ഈ ഭാഗത്തായിട്ടായിരിക്കും ഇതിന്റെ ത്രെഡ് വരുന്നത്. ഇതാണ് ഇതിന്റെ പൈപ്പിന്റെ ത്രെഡ് വരുന്നത്. അത് നമുക്ക് ലൂസ് ചെയ്യണം. ഫസ്റ്റ് കറക്റ്റായിട്ട് നമ്മൾ കയറ്റിയിട്ടിട്ടുണ്ട്. ജസ്റ്റ് അടിച്ചിട്ട് നമ്മളിപ്പോൾ ലൂസ് ചെയ്തിട്ടുണ്ട്. ലൂസ് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് അധികം പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കൊള്ളിച്ച് വെക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കൊള്ളിച്ച് വെച്ചു ലൂസ് ചെയ്തിട്ട്. അതിനുശേഷം നമുക്ക് അഴിക്കേണ്ടത് ഈ കാണുന്ന സിലിണ്ടറിന്റെ 2 ബോൾട്ടാണ് അഴിക്കേണ്ടത്. അതായത് ഇവിടെ ഒരു
അതായത് ഇവിടെ ഈ കാണുന്ന ഒരു 10-ന്റെ ബോൾട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഒരു 10-ന്റെ ബോൾട്ട് വരുന്നുണ്ട്. ഇതാണ് നമുക്ക് അയച്ചെടുക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് അയച്ചെടുക്കാം. റിങ് ഉപയോഗിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് അയച്ചെടുക്കാനായിട്ട് സാധിക്കും. വായിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു വാഷർ കാണും, ആ വാഷർ കളയരുത്. അതുപോലെ തന്നെ ഈ സൈഡും നമുക്ക് അയച്ചെടുക്കാം. നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. ഈ വാഷർ കളയാതെ നോക്കണം. സെയിം സൈസിലുള്ള നീളമുള്ള ബോൾട്ട് ആയിരിക്കും ഇതിൽ വരുന്നത്. ഇനി നമുക്ക് അയച്ചെടുക്കേണ്ടത് ഈ പൈപ്പാണ്. പൈപ്പ് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ ബോൾട്ട് അഴിക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ ബോൾട്ട് എല്ലാം അഴിച്ചു കഴിഞ്ഞ് പൈപ്പ് ലൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ആവും, പൈപ്പ് ചിലപ്പോൾ ബെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഈ സിലിണ്ടറൂടെ അയച്ചെടുക്കാം. നമ്മളിപ്പോൾ അത് ലൂസ് ചെയ്തു. അത് ലൂസ് ചെയ്തതിന് ശേഷം നേരെ ബാക്കിലോട്ട് എടുക്കുക. ഈ ഫ്ലൂഡിന്റെ ഭാഗത്ത് ഇതാണ് ഇപ്പോൾ നമ്മൾ അയച്ചെടുത്ത വീൽ സിലിണ്ടർ വരുന്നത്. അപ്പോൾ ഈ ഫ്ലൂഡിന്റെ ഭാഗത്ത് നമ്മൾ വീൽ സിലിണ്ടറിനൊക്കെ ഇവിടെ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കപ്പ് വെക്കും. ആ കപ്പ് നമുക്ക് ഇതിൽ ഇട്ടുവിടാം. ജസ്റ്റ് ഇതിൽ, കാരണം ഫ്ലൂഡ് ഒത്തിരി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഇട്ടുവിടുന്നത്. അത് തന്നെയല്ല, നമ്മളിവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തെ അഴുക്കും കാര്യങ്ങളൊക്കെ പോകും. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ പുതിയ വീൽ സിലിണ്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഫിറ്റ് ചെയ്യാം. അതിനു മുമ്പേ നമുക്ക് അതിൻ്റെ ഡസ്റ്റ് ബൂട്ട് എടുത്ത് കളയാം. അതിനുശേഷം നമ്മൾ ഇപ്പോൾ നേരത്തെ വെച്ച ആ ഒരു ഫ്ലൂഡിനകത്ത് അഴുക്ക് കയറാതിരിക്കാനുള്ള ആ കപ്പ് നമ്മൾ ഇതിനകത്ത് നിന്ന് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമുക്ക് പൈപ്പിൻ്റെ ത്രെഡ് വേണം ആദ്യം കൊടുക്കാനായിട്ട്. അതിനുശേഷം മാത്രമേ നമ്മൾ സിലിണ്ടറിൻ്റെ 2 ബോൾട്ട് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ പൈപ്പിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് ഫിറ്റ് ചെയ്ത് വിടാം. കൈകൊണ്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ കയറ്റി വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പാനർ ഉപയോഗിച്ച് ആദ്യം കയറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ വീൽ സിലിണ്ടർ നമ്മൾ പുതിയത് മാറേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ആ ഒരു 2 ബോൾട്ട് കൊടുക്കുക. അപ്പോൾ വാഷ് ഇടാനായിട്ട് കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിക്കുക. വാഷ് ഇടാതെ വന്നു കഴിഞ്ഞാൽ അകത്തോട്ട് പോവും, അത് വീൽ സിലിണ്ടറിന് പ്ലേ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വാഷ് ഇട്ടിട്ട് തന്നെ അത് ഫിറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ 2 ബോൾട്ടും ഫുൾ ടൈറ്റ് ചെയ്ത് വിടാം. അതുപോലെ തന്നെ പൈപ്പിൻ്റെ ബോൾട്ടും ഫുൾ ടൈറ്റ് ചെയ്ത് വിടാം. ആദ്യം നമുക്ക് വീൽ സിലിണ്ടർ ബോൾട്ട് ടൈറ്റ് ചെയ്തിട്ട് പൈപ്പ് ടൈറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൻ്റെ പൈപ്പിൻ്റെ ബോൾട്ടും വീൽ സിലിണ്ടർ 2 ബോൾട്ടും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൈപ്പും ഫുൾ ടൈറ്റ് ചെയ്ത് ഇനി ലൈനറും കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്കിനി ചെയ്യേണ്ടത് ഇതിൻ്റെ അഡ്ജസ്റ്ററാണ്. അതായത് അഡ്ജസ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നില്ല, സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഈ അഡ്ജസ്റ്റർ ഫ്രീ ആണെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ബ്രേക്ക് വർക്ക് ആവുള്ളൂ. മീൻസ് ലൈനർ തീരുന്നതിനനുസരിച്ച് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ WD-40 ശകലം അടിക്കുന്നുണ്ട്. WD-40 അല്ലെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡോ പെട്രോളോ ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഒരു പ്ലെയർ വെച്ചിട്ട് ഈ ഭാഗത്ത് പിടിക്കുന്നുണ്ട്. പ്ലെയർ വെച്ചോ അല്ലെങ്കിൽ വൈസിലോ വെക്കാം. അപ്പോൾ വെക്കുന്ന സമയത്ത് ഈ സ്പ്രിങ് ഡാമേജ് ആവാതെ നോക്കണം. അതിനുശേഷം ജസ്റ്റ് കുറച്ച് തിരിയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. പക്ഷേ കുറച്ച് ടൈറ്റ് ഉണ്ട്. പക്ഷേ 2-3 വട്ടം ത്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രീ ആക്കിയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഫ്രീ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ഫ്രീ ആണ്. ഇവിടെ വരെയും ഫ്രീ ആണോ എന്ന് നോക്കണം. ഇവിടെ വരെ ഇത് ഫ്രീ ആണ്. ബാക്കിലോട്ടാണ് ഫ്രീ ഉള്ളത് നോക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നല്ല ഫ്രീ ആയിട്ടുണ്ട്. ഇനി അത് തുടച്ച് കളഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ഗ്രീസ് ഒരു ശകലം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് അഴിച്ചെടുക്കുമ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഫുള്ളായിട്ട് അഴിച്ചെടുക്കുമ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ശരിക്കുന്നത്, ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് ഇങ്ങനെ ഇട്ട് പോകും. ഇങ്ങനെയല്ല ഇടേണ്ടത്, ഈ സ്പേസ് ഉള്ള ഭാഗം ഇങ്ങനെയാണ് വരേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇപ്പോൾ നല്ല വിരൽ കൊണ്ട് തന്നെ നല്ല ഫ്രീ ആയിട്ടുണ്ട്.
ഇനി നമുക്ക് WD-40 നമുക്ക് ഈ പോയ ഭാഗങ്ങളൊക്കെ തുടച്ച് കളഞ്ഞിട്ട് ഗ്രീസും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ലൈനറും കാര്യങ്ങളൊക്കെ സ്പ്രിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പുതിയ ലൈനറിൻ്റെ കൂടെ ഈ ലിവർ ഹാൻഡ് ബ്രേക്കിൻ്റെ വരില്ല. അപ്പോൾ നമുക്കിത് സെപ്പറേറ്റ് അഴിച്ചിട്ട് വേണം ഇടാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പിന്നുണ്ട്, ഒരു വാഷറുണ്ട്. അപ്പോൾ അതിനും നമ്മൾ ജസ്റ്റ് ഒരു ശകലം കാരണം ഇത് തുരുമ്പ് പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പാടായിരിക്കും. അതിനുശേഷം ഈ ഒരു പിന്നിനെ നമ്മൾ ഇങ്ങോട്ട് വിടിയിച്ചെടുക്കുക. ഇതുപോലെ രണ്ട് സൈഡും വിടിയിച്ചിട്ട് ഈ പിന്ന് ഊരിയെടുക്കാം. നമ്മളിപ്പോൾ ഈ പിന്ന് നൂത്തിട്ടുണ്ട്. നൂത്തതിന് ശേഷം ഇത് വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പെതുക്കെ നോക്കുക, കാരണം ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഊരിയെടുക്കാനായിട്ട് പാടായിരിക്കും. ഈ പിന്നെ ഡാമേജ് ഉണ്ടെങ്കിൽ പുതിയത് ഇടുക. നമ്മളിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ട് അഴിച്ചെടുക്കാം. നമ്മളിപ്പോൾ അഴിച്ചെടുക്കുമ്പോൾ ഇതിനകത്ത് ഒരു സ്പ്രിംഗ് വാഷറുണ്ട്. അതുപോലെ തന്നെ ഒരു വളഞ്ഞ പോലത്തെ ഒരു ലോക്ക്, അതായത് ഈ ലോക്ക് ഒരു ടെമ്പർ ലോക്കാണ്. അതായത് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പ്രിംഗ് വാഷർ ഇങ്ങനെ വളഞ്ഞ ടൈപ്പ് കൊടുക്കുന്നത്. ഇത് നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ഉള്ളതായിരിക്കും. നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ഊരിയെടുക്കുമ്പോൾ ഇനി ഈ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. നമ്മളിപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പുതിയ ലൈനറാണ്. അപ്പോൾ ഈ ലൈനറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഹാൻഡ് ബ്രേക്ക് സൈഡ് ഈ ഒരു കാലുള്ളതായിരിക്കും. നമ്മുടെ അഡ്ജസ്റ്റബിൾ സൈഡ് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ പൊസിഷൻ വരുന്നത് പഴയ ലൈനറിന്. ഓക്കെ, അപ്പോൾ KBX ടൈപ്പ് TVS ടൈപ്പ് രണ്ട് ലൈനറുണ്ട്. അപ്പോൾ ഈ സ്ക്രൂ ടൈപ്പ് വരുന്നത് KBX ടൈപ്പ്, ഈ സ്ക്രൂ ടൈപ്പ് വരുന്നത് KBX ടൈപ്പ് ലൈനറാണ്. മാരുതിക്ക്, ഓൾട്ടോയ്ക്ക് അങ്ങനെ വണ്ടികൾക്കൊക്കെ വരുന്നത് രണ്ട് ടൈപ്പ് ലൈനർ വരുന്നതിൽ ഒരു ലൈനർ ഈ സ്ക്രൂ ടൈപ്പ് വരുന്നത് KBX ടൈപ്പ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഈ നമ്മൾ ക്ലാമ്പ് പോലെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് TVS ടൈപ്പ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഹാൻഡ് ബ്രേക്കിൻ്റെ ആ ഒരു ലിവർ വരുന്നത് ഈ ഒരു ആംഗിളിലുള്ള ലൈനറിലായിരിക്കും വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയാണ് കയറ്റിയിടേണ്ടത്. ഇങ്ങനെ നമുക്ക് ഇടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇടേണ്ടത്. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. നല്ല ഫ്രീ ആയിരിക്കണം. കാരണം ഈ ഹോളിന് പുതിയ മേടിച്ച ലൈനറിന് എന്തെങ്കിലും ഹോളിന് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. ഇതേപോലെ നല്ല ഫ്രീയിലായിരിക്കണം ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ വർക്കാവേണ്ടത്. ഇനി നമുക്ക് ആദ്യം ഇടേണ്ടത് ഈ ഒരു സ്പ്രിങ് വളഞ്ഞ പോലുള്ള ഒരു വാഷറാണ് ഇടേണ്ടത്. അതിനുശേഷം ഒരു പ്ലേറ്റ് വാഷർ ഇടുക. അപ്പോൾ ഇത് ഈ ഒരു ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങോട്ട് നോക്കിയാലേ മനസ്സിലാവും ആ ഒരു വളഞ്ഞിരിക്കുന്നത് കൊടുത്തേക്കുന്നത്. അതായത് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഹോളിനകത്ത് കൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വാഷറിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോളിൽ കൂടെ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ലോക്ക് കയറ്റാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ലോക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി രണ്ട് സൈഡിലോട്ട് ഇത് വളച്ചു വെക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനർ സെറ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ഈ ലിവർ ഇല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവില്ല. അതുപോലെ തന്നെ ഈ പ്ലേറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ ലൈനർ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവില്ല. അപ്പോൾ ഈ പ്ലേറ്റ് ഇടുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ഇതിൻ്റെ ഇടയ്ക്കോട്ട് കയറ്റിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തോട്ട് കയറ്റി ഇടുമ്പോൾ ഇത് വർക്കിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ലൈനർ തേയുന്നതിനനുസരിച്ച് ഇങ്ങനെ ആക്ഷൻ ആകുമ്പോൾ ഈ ത്രെഡ് മൂവ് ആവുന്ന കാണാം. ഈ ത്രെഡ് മൂവ് ആകുമ്പോൾ ലൈനർ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണിത് അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള വർക്കിംഗ് നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഗ്രീസും കാര്യങ്ങളൊക്കെ ഇടാം. നമ്മളിപ്പോൾ ഇതിൽ ഗ്രീസ് ഇടുന്നുണ്ട്. ബാക്കി പുറത്തോട്ട് നിൽക്കുന്ന ഗ്രീസ് കറക്റ്റായിട്ട് തന്നെ തുടച്ച് കളയുക. ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനറും കാര്യങ്ങളും ഇടുന്നത് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഭാഗമാണ് ഇടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ പ്ലെയർ കൊണ്ടോ ഈ സ്പ്രിങ്ങിനെ ബാക്കിലോട്ടൊന്ന് പുള്ള് ചെയ്ത് നിർത്തുക. അതിനുശേഷം ഇവിടെ വലിയാനുണ്ട്. നല്ലതുപോലെ വലിച്ചു നിർത്തിയതിന് ശേഷം ഇതിനെ കയറ്റി ലോക്ക് ചെയ്യും. നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റർ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റർ വരുമ്പോൾ ഈ ഒരു പോർഷനിലായിരിക്കും ഇത് ഇങ്ങനെയായിരിക്കും കയറി കിടക്കുന്നത്. ഈ ഭാഗം ഹാൻഡ് ബ്രേക്കിൻ്റെ അവിടെ ഇത് ലൈനറിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെയായിരിക്കും ഇത് കയറി കിടക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അതിൻ്റെ സ്പ്രിങ് ഇടാം. അപ്പോൾ സ്പ്രിങ് ഇടാനായിട്ട് നീളം കൂടിയ ഭാഗം ഈ വശത്താണ് വരുന്നത്, നീളം കുറഞ്ഞ ഭാഗം ലൈനറിൻ്റെ വശത്തായിരിക്കും വരുന്നത്. അപ്പോൾ അതിടുന്ന ഹോള് താഴത്തെ ഹോളിലാണ് ഇടേണ്ടത്. ഈ ഒരു ഹോളിലായിരിക്കണം അത് ഇടേണ്ടത്. മേളത്തെ ഹോളിൽ മറ്റേ ഓപ്പോസിറ്റ് വരുന്ന ലൈനറിൻ്റെ സ്പ്രിങ് ആണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് കയറ്റി ഇതിനകത്തോട്ട് ഇടുക. അതിനുശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ഇതിനകത്തോട്ട് കയറ്റിയിടുക. ഇപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇടേണ്ടത്
ഈ സ്പ്രിങ് ആണ് ഇടേണ്ടത്. അപ്പോൾ ഇതിന് ചില സ്പ്രിങ് വരുന്നത് ചുറ്റു കൂടുതലുള്ളതും ചുറ്റു കുറവുള്ളതും ഉണ്ട്. ചുറ്റു കുറവുള്ള ഭാഗം വരുമ്പോൾ ഇവിടെ ആയിരിക്കണം ഇടേണ്ടത്. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചോളം 1 2 3 4 ചുറ്റു വരുന്നുണ്ട്. 1 2 3 4 രണ്ടും ഈക്വൽ തന്നെയാണ് വരുന്നത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ സ്പേസ് കുറവ് ഇതിനാണ്. അതുകൊണ്ട് അത് നമ്മൾ ഈ ഭാഗത്തായിട്ട് ഇടുന്നു. ആദ്യം നമ്മൾ ഈ മേളിൽ കാണുന്ന ഹോളിൽ കുരുക്കിയിടുക. അതിനുശേഷം ഇതാണ് ഈ സൈഡിൽ വരുന്ന ലൈൻഡർ. ഇതിൻ്റെ രണ്ട് സൈഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിന് കാതുള്ളതും ഇത് ഇങ്ങനെ കിടക്കുന്ന ഒരു പോർഷനിലായിരിക്കും ലൈൻഡർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മേളത്തെ ഹോളിൽ കയറ്റിയിടുക. കയറ്റിയിട്ടതിന് ശേഷം ജസ്റ്റ് ഈ സ്പ്രിങ്ങിനെ ഒന്ന് ബാക്ക് ചെയ്ത് വിടുക. ഓക്കെ, ഈ ഹോളിലായിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ വീണിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇടേണ്ടത് ഈ ഒരു സ്പ്രിങ് ആണ് ഇടേണ്ടത്. അപ്പോൾ ആ സ്പ്രിങ് ഇടുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം ലൈൻഡർ കയറി ലോക്ക് ചെയ്ത് നിർത്താം. അപ്പോൾ ലൈൻഡർ കയറി ലോക്ക് ചെയ്ത് നിർത്തുമ്പോൾ ഈ ഭാഗം കറക്റ്റ് ആണോ നോക്കുക, ഇത് കറക്റ്റ് സെൻറ്ററിലാണോ നിൽക്കുന്നതെന്ന് നോക്കുക. സെൻറ്റർ അല്ല എന്നുണ്ടെങ്കിൽ ഈ പിസ്റ്റൺ കറക്റ്റ് സെൻറ്ററിലോട്ട് കൊണ്ട് വെക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കയറ്റി അതുപോലെ തന്നെ ഇതിനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ രണ്ടും ഇതിനകത്ത് കയറി കിടപ്പുണ്ട്. അതിനുശേഷം ഏതെങ്കിലും ഒരു ലോക്ക് നമുക്കങ്ങിടാം. ഇത് ലാസ്റ്റ് നമുക്ക് പിടിച്ചിടാം. അപ്പോൾ ഈ സൈഡിൽ ലോക്ക് നമുക്ക് ഇടാം. അതിനുശേഷം നമ്മൾ ലോക്ക് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. പ്രസ് ചെയ്യുക. തിരിക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഈ ലോക്കിൽ വീണിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പ്രിങ് ആണ് വേണ്ടത്. ഈ സ്പ്രിങ് ഇവിടെ ഹുക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ താഴെ ഹുക്ക് ചെയ്യുക. താഴെ നമ്മൾ ഹുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചാടിയിട്ടുണ്ട്, കയറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം വലിച്ച് ഈ ലോക്ക് ഇതിനകത്തോട്ട് കയറ്റിയിടുക. അതിനുശേഷം നമുക്ക് ഇടേണ്ടത് ഈ ബാക്കിലെ ലോക്കാണ് ഇടേണ്ടത്. ബാക്കിൽ ലോക്ക് നമ്മൾ ഇപ്പോൾ കയറ്റിയിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രസ് ചെയ്തിട്ട് ഇടുക. പ്രസ് ചെയ്ത് ലോക്ക്. അപ്പോൾ ലോക്ക് ഇടുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് കറക്റ്റ് സെൻറ്ററാണോ എന്ന് നോക്കുക. ഇനി നമുക്ക് ഇടേണ്ടത് ഈ ഒരു ചെറിയ സ്പ്രിങ് ആണ്. ഈ ഒരു ചെറിയ സ്പ്രിങ് ഇടാനായിട്ട് ജസ്റ്റ് ഇതിനകത്തോട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ജസ്റ്റ് തള്ളിക്കഴിഞ്ഞാൽ, ഇങ്ങോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഈ സ്ക്രൂ ഡ്രൈവർ കയറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലോക്കും ഇടാനായിട്ട് സാധിക്കും. എല്ലാ സ്പ്രിങ്ങും കറക്റ്റ് ലോക്കിലാണോ കിടക്കുന്നതെന്ന് നോക്കുക. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ലോക്കിലാണ് കിടക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ബ്രേക്കാണ്, അതായത് ഹബ്ബാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് നോക്കേണ്ടത്. ഹബ്ബ് കയറ്റിയിട്ടിട്ട് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വിടേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇത് അങ്ങോട്ട് തള്ളി, അതായത് ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ മേളോട്ട് തള്ളിക്കഴിഞ്ഞാൽ ബ്രേക്ക് കൂടും. ബ്രേക്ക് കുറയും. അപ്പോൾ മേളോട്ട് തള്ളിക്കഴിഞ്ഞാൽ ബ്രേക്ക് കുറയും. അപ്പോൾ അങ്ങനെ നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്ലേറ്റിനെ, ഇതിനകത്ത് കാണുന്ന ഈ പ്ലേറ്റിനെ തള്ളിയിട്ട് വേണം കുറയ്ക്കാൻ. ഇല്ല ഈ പ്ലേറ്റ് ചാടിപ്പോവും, പിന്നെ ഇതെല്ലാം അഴിക്കേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് ലൈൻഡർ കൂട്ടാനാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഓൾറെഡി മാക്സിമത്തിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരു രണ്ട് ത്രെഡ് വേണ്ട, ഒരു 1.5 ത്രെഡ്, കാരണം ലൈൻഡർ പുതിയതായതുകൊണ്ട് ഒരു 1.5 ത്രെഡ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഹബ്ബ് ഒന്ന് ഇട്ട് നോക്കാം. ഹബ്ബ് നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ് എമരി ഇട്ടിട്ട്. ഓക്കെ, ഈ ഒരു ഫ്രീ, ഇത് കറക്റ്റ് ഫ്രീ ആണ്. അതായത് ഒരു 3-4 റൊട്ടേഷനിൽ നിൽക്കുന്ന ഒരു ഫ്രീ, അതായത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ല, എന്നാലും നിൽക്കുന്നുണ്ട്. മീൻസ് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഫ്രീ വരുന്നത്. ഒരു 2 ത്രെഡ് മാത്രമേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒന്നുകൂടെ കറക്റ്റാണോ നോക്കുക. ഈ ഭാഗങ്ങളൊക്കെ സ്പ്രിങ് ഇട്ടേക്കുന്നത്, അതുപോലെ തന്നെ ഈ ഭാഗങ്ങൾ ഇതെല്ലാം കറക്റ്റാണോ നോക്കുക. എമരി പേപ്പർ ഇട്ട് ജസ്റ്റ് ഈ ലൈൻഡർ ഒന്ന്, കാരണം നമ്മൾ പിടിച്ച സമയത്ത് കരിയും കാര്യങ്ങളൊക്കെ ഇതിൽ കാണും, അതൊന്ന് ക്ലീൻ ചെയ്ത് വിടുക. അതുപോലെ ഈ ഭാഗത്ത് പിസ്റ്റൺ കറക്റ്റാണെന്ന് നോക്കുക, 2 സൈഡിലും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിത് കയറ്റി വെക്കാം. ഈ ഒരു ഫ്രീ എപ്പോഴും വേണം. നമ്മളിപ്പോൾ
ഇതിൻ്റെ ലൈനറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രീ എപ്പോഴും വേണം. ഒത്തിരി ടൈറ്റ് ആക്കി ഇടരുത്, ഒത്തിരി ഫ്രീ ആക്കി ഇടും. ഒത്തിരി ഫ്രീ ആക്കിയിട്ട് കഴിഞ്ഞാൽ പെഡൽ നല്ല രീതിയിൽ ലൂസായിരിക്കും. അതുപോലെ തന്നെ ഒത്തിരി ടൈറ്റ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ലൈനർ തേഞ്ഞ് പോകും, ബ്രേക്ക് ഡ്രം ചൂടായിട്ട് വഴി നിൽക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ പെഡൽ ഭയങ്കര കല്ല് പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ ഈ ഒരു ഫ്രീയിൽ വേണം ഇടാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നട്ട് വാഷർ ടൈറ്റ് ചെയ്ത് ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എയറും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എയർ എടുക്കുന്നത് ബ്രേക്ക് പമ്പ് ചെയ്തിട്ട് നമുക്ക് എയർ എടുക്കുന്നത് വിശദമായിട്ട് ഒരു വീഡിയോ പിന്നീട് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലൈനറും അതുപോലെ തന്നെ വീൽ സിലിണ്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മാരുതി 800 ബ്രേക്ക് ലൈനർ അതുപോലെ വീൽ സിലിണ്ടർ മാറുന്ന വീഡിയോ ആണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.